എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സ്വാഗതം പറയാൻ മറന്നുപോയി. എന്നെ നോക്കിയിരിക്കാം ഞാൻ എന്നാ പറയുന്നതെന്ന്. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും വന്നേക്കുന്നത്. എന്റെ കോലം കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്താടാ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ്? നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ഒരു കണ്ടന്റ്. അതെ, ആൾക്ക് എന്താ സങ്കടം ഉണ്ടോടാ? ഉണ്ട്. ഒരു മാസം ഞാൻ ഒറ്റയ്ക്കില്ലേ, ആരോടാ വീണ്ടുക. അപ്പം ഞാനാണെങ്കില് സഡനായിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തു, നാട്ടിലൊന്നും പോയേക്കാന്ന് കേട്ടോ. അപ്പം ഇന്നിപ്പോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ട് നിക്കുവാണ്. ഇനി ഒന്ന് റെഡി ആകണം. എന്റെ മോൻ കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, കണ്ടിന്യൂസ് നൈറ്റായിരുന്നു. നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഫ്ലൈറ്റിന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് ഉറങ്ങും. അതുകൊണ്ട് പേടിച്ചിട്ട് ഉറങ്ങാതിരിക്കുകയാണ്. ചേച്ചി ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ ചേച്ചി അതിന് മുമ്പ് എനിക്ക് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി സ്ട്രോങ് ആയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പറഞ്ഞു, കുട്ടാ നീ ഉറങ്ങല്ലേന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ പോകുന്നതിൽ വിഷമമുണ്ടോ? വിഷമുണ്ട്. ഉണ്ടോ? ഉണ്ട്. ശരിക്കും ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോ തൊട്ട് ആളിങ്ങനെ വിരഹഗാനമൊക്കെ പാടി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് തന്നെയായിരിക്കും. ഫുഡൊക്കെ കഴിക്കുക, ഉറങ്ങുക, പിന്നെ ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ പോവുക. ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് കഴിക്കാതൊന്നും ഇരിക്കണ്ട, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇപ്പൊ ചേച്ചിക്ക് പോകണം. ഞാനാണെങ്കിൽ ഒരു മണിക്കൂറോടെ കഴിയുമ്പോൾ ഞാൻ പോവുകയും ചെയ്യും. പക്ഷെ ചേച്ചിക്ക് പോകാനായിട്ട് ചേച്ചി റെഡിയായി സെറ്റായി നിൽക്കും കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ നമുക്ക് ഇച്ചിരി വീഡിയോ എടുത്തേക്കാം. അല്ലെ പിന്നെ ഞാൻ പോകുമ്പോ ഞാൻ വീഡിയോ ഏതായാലും എടുത്തിട്ടാ പോകുന്നത്. അപ്പൊ ചേച്ചീനെ കാണാതെ പോകുന്നത് മോശമല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക് വീഡിയോ ഇട്ട് കാണാമല്ലോ, അല്ലേ? വീഡിയോ കോളൊക്കെ വിളിക്കണം, മെസ്സേജ് അയക്കണം, ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഞാൻ ചേച്ചി സത്യത്തിൽ ഞാൻ ഇപ്പൊ പോകുന്ന ഓർത്തില്ല കേട്ടോ, അല്ലേ? പെട്ടെന്ന് അങ്ങ് പോയപ്പോഴത്തേക്കിന് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ചേച്ചിക്കും ഭയങ്കര ഒരു വിഷമം. ഇനി കുറച്ച് ദിവസമുള്ളൂ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെന്താ പറയാനായിട്ടുള്ളേ? വീട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കുക, എന്നിട്ട് ഫുഡ് അടിക്കണം, അടിച്ചു പൊളിക്കണം. പിന്നെ അതെ, പുറത്തൊക്കെ പോണം. ഞാൻ കൊറേ ദിവസം കൂടി ഫോൺ പിടിച്ചപ്പോഴത്തേക്കിന് കൈക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത് കേട്ടോ. കുറെ ദിവസം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ വന്ന് കുളിച്ചതേ ഉള്ളൂ, അതാണ് ഈ ഒരു ഇതിലിരിക്കുന്നത്. ഒരുങ്ങാനൊന്നും സമയം കിട്ടില്ല. ഞാൻ ഒരുങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ചേച്ചിയുടെ വഴിക്ക് പോവും. അപ്പൊ ശരി, പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാൻ വീട്ടിൽ പോകാനായിട്ട് റെഡിയായി നിപ്പുണ്ട് കേട്ടോ. മുഖത്തൊരു ക്ഷീണമൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിൻ്റെതായ എല്ലാ ഡിസ്റ്റർബൻസും എനിക്കുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ ഉറങ്ങിപ്പോട്ടോ. എനിക്കാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു, ഉറങ്ങിയോ, വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നു, ഉറങ്ങിപ്പോവല്ലേ, ഫ്ലൈറ്റിന്റെ വഴിക്ക് പോവേ, നീ ഉറങ്ങിപ്പോവല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം പപ്പായും പപ്പ കൂട്ടാൻ വരും, അമ്മയും ആളുകുട്ടിയും വരത്തില്ല, ജോസിയേട്ടനും വരും. ഓൾറെഡി അതൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. സസ്പെൻസ് ആയിട്ടൊന്നും അല്ല പോകുന്നത്, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി പോകുന്ന. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നാണെങ്കിൽ വേണ്ട റെഡിയായി നിപ്പുണ്ട് പോകാനായിട്ട്. ചേച്ചിയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ എന്താ, ഫുഡൊക്കെ കഴിച്ചു, സെറ്റായി, എല്ലാം സെറ്റായിട്ടിരിക്കുവാണ്. അതുകൊണ്ട് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഷൂ ഒന്ന് ഇടണം, പോണം. അപ്പൊ മാളിക്കുട്ടിയുടെ ബർത്ത്ഡേ കൊണ്ട് വരുന്നുണ്ട്. അപ്പം അവളെ എന്താ പറയാ, സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മുറിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെല്ലുന്നതുകൊണ്ട് അവൾക്കറിയാം ഓൾറെഡി കേക്കൊക്കെ മുറിക്കുമെന്നറിയാം. എങ്കിലും കൊച്ചിന്റെ കൂട്ടത്തിൽ കുറച്ച് ദിവസം നിൽക്കുക, കുറച്ചടിച്ചു പൊളിക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇത്. ശ്രീകുട്ടൻ തിരിച്ചു പോയതുകൊണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. നമുക്ക് പഠിക്കാൻ വിട്ടതല്ലേ, പഠിക്കട്ടെ അല്ലേ, എന്നെ ചെയ്യാൻ പറ്റും. പറ്റുവാണെങ്കിൽ ബാംഗ്ലൂർ പോയി അവനെ കാണാം, അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അയ്യോ, കുറേ ദിവസം കൂടിയിട്ട് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ഇത് കേട്ടോ. എന്നെന്ന് പറഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കാണെങ്കിൽ വീട്ടിൽ പോകുന്നതിന്റെ സന്തോഷം, ചേച്ചിക്കാണെങ്കിൽ ഞാൻ പോകുന്നതുകൊണ്ട് ചേച്ചി ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ളൊരു സങ്കടം. എനിവേ, വീട്ടിലാണെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോ തൊട്ട് എനിക്ക് കാണണമെന്ന് ഭയങ്കര ത്വരയായിരുന്നു. ഞാൻ ഈ ഓഗസ്റ്റിലല്ലേ പോയിട്ട് വന്നേ, അപ്പൊ ഒത്തിരി നാളായിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താ, അവർക്കാണെങ്കിൽ ഒരു എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഇപ്പൊ വരുമെന്ന്. പക്ഷെ ഓടി അങ്ങ് പോകാൻ തോന്നി കേട്ടോ. എന്റെ സ്വഭാവം അറിയാലോ,
നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിൽക്കത്തില്ല. അതിപ്പോ എന്താ നമ്മള് ഓടിപ്പുറത്തങ്ങ് പോവുക, അങ്ങനെയാണ്. അപ്പൊ ഫ്ലൈറ്റിനൊക്കെ സമയമായിക്കൊണ്ടിരിക്കുന്നു, ചെക്ക് ഇൻ ചെയ്യാൻ സമയമാകുന്നു. സോ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞാനിങ്ങനെ കാറിന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്നത് ടാക്സിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്നാണെന്നറിയത്തില്ല തിരിച്ചു വന്ന് ഇങ്ങനെ കാണാൻ പറ്റുക. ദുബായ് മിസ് ചെയ്യും. നാട്ടിൽ പോകുമ്പോൾ ആ സന്തോഷം, ദുബായ് വരുമ്പം നാട്ടിൽ മിസ്സായ സങ്കടം. പക്ഷെ എനിക്ക് ദുബായ് കേട്ടോ ഇഷ്ടം. ഞങ്ങളിങ്ങനെ മെട്രോയിൽ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഫ്ലൈറ്റ് എല്ലാവരും എന്നെ നോക്കുക കേട്ടോ. എന്ത് രസമാണ് കാണാനായിട്ടല്ലേ അതിൻ്റെ അകത്ത്. കാരണം ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചത് കേട്ടോ. ഭയങ്കര ഒച്ചയായിട്ട്. പക്ഷേ എയർപോർട്ടിനകത്തൊക്കെ എന്തോ രസമാണ് കാണാനായിട്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും ഓടുക, ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ ഓടുന്നത്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, മടുത്തു. ഇനി കുറേ നേരം ഇരിക്കണം. ഈ 3 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാക്കുമായിരുന്നു നല്ലതായിരുന്നു അല്ലേ? ചെക്ക് ഇൻ ചെയ്തിട്ട് വെയിറ്റിങ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയി എന്തെങ്കിലും കഴിക്കണം, ഞം വെക്കണം, എന്തെങ്കിലും കുടിക്കണം. കുട്ടമ്മോൻ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങിക്കാണും. ഞാൻ ചെല്ലുമ്പോഴത്തേക്കിനും അവരവിടെ വന്ന് നിൽക്കും. സെറ്റായിരിക്കും. ഇങ്ങനെ ഇരിക്കും കേട്ടോ, വെയിറ്റ് ചെയ്ത്. എത്ര ആൾക്കാരാണ് വരുകയും പോവുകയും ചെയ്യുന്നത്. എത്ര ഫ്ലൈറ്റുകളല്ലേ വരുന്നു പോകുന്നു. മാളക്കുട്ടിക്കും മോനൂനൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അവർക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വന്നു പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. നമ്മളൊന്ന് സെറ്റായിട്ട് വേണം അവരെ ഒന്നുകൂടെ കൊണ്ടുവരാനായിട്ട്. ദുബായിയുടെ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, എമിറേറ്റ്സിൻ്റെ. എന്താന്ന് പറയല്ലേ, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ. പൊളി. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഉടനെ പോകുന്നതായിരിക്കും. ഇങ്ങനെ രണ്ടും ഒരേ ട്രാക്കിലൂടെ പോകുന്നു. ഒന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് വളഞ്ഞു പോകുന്നു കേട്ടോ. കൊള്ളാം. ഞാനിങ്ങനെ മിണ്ടാതെ നടക്കുന്നത് എന്താണെന്നറിയാമോ? ഭയങ്കര ബഹളമാണ്. 2-3 പിള്ളേർ പുറകെ വരുന്നുണ്ട്. അവർ ഭയങ്കര ഒച്ച വെക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോരുവാ. എല്ലാവരും അകത്ത് കയറി ഇരിക്കാനുള്ള തത്രപ്പാടില്ല കേട്ടോ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനാണ് വന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ സമയത്ത് എടുക്കുകയും ചെയ്തു. 20 മിനിറ്റ് മുമ്പേ ലാൻഡും ചെയ്തു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എത്ര ഫ്ലൈറ്റാണ് പോവുകയും വരികയും ചെയ്യുന്നല്ലേ, നല്ല രസമുണ്ടല്ലേ? എമിറേറ്റ്സിന് തന്നെ ഒത്തിരി ഫ്ലൈറ്റ് പോകുന്നു വരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണാനായിട്ടേ നല്ല രസമാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ആക്ച്വലി മൂവ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ ട്രാക്കിലൊക്കെ പൊക്കോണ്ടിരിക്കുക. ഇടയ്ക്കത് ബ്ലറായിപ്പോയി. എന്തോ ചെയ്യാരാ. ഇങ്ങനെ ഞാനൊരു 2:45 ഫ്ലൈറ്റിനായിരുന്നു. അപ്പോൾ ഈ ഡേ ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ല പോലെ വ്യൂസ് കാണാവേ. ഓൾവേസ് ഞാൻ നൈറ്റാണ് വരാറുള്ളത്. വിങ്സ് ഓപ്പൺ ആകുന്ന കണ്ടോ കൊച്ചേ? കണ്ടോ കൊച്ചു? കണ്ടിട്ടുണ്ടോ ഇതിന്റെ വിങ്സ് ഓപ്പൺ ആകുന്ന ഫ്ലൈറ്റിന്റെ? ഞാൻ നേരിട്ട് കണ്ടതാ. നേരിട്ട് കണ്ടല്ലേ? ഇപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ പറന്ന് പൊങ്ങിപ്പോരും. നമ്മുടെ വീഡിയോ കാണുന്ന കുഞ്ഞു പിള്ളേരൊക്കെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് ആഗ്രഹമൊക്കെ ഉള്ളവർ വീഡിയോ കാണുക. എന്നിട്ട് പഠിച്ച് വലിയായിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ പോകുമ്പോൾ കാണാം കേട്ടോ. അയ്യാ, എൻ്റെ ഫ്ലൈറ്റ് പൊങ്ങി പറന്ന് പൊങ്ങുന്നുണ്ടോ? എനിക്ക് ഇതായിരുന്നു, വിൻഡോ സീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കാണുകയും ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറുന്ന അന്നേരം ഇരുന്ന് ഉറങ്ങുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഞാൻ താഴെ കണ്ടോ വെച്ചാൽ എത്ര ഫ്ലൈറ്റാണ് കിടക്കുന്നതെന്ന്? കണ്ടു. നല്ല ഭംഗിയുണ്ട്. അതെ. പിന്നെ തൊട്ടപ്പുറത്തൊരു ചേട്ടൻ ഇരുന്ന് കൂർക്കം വലിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് പിന്നെ ഇതെടുക്കാൻ പറ്റത്തില്ലല്ലോ, സംസാരിക്കുമ്പോൾ എണ്ണിക്കത്തില്ലേ. നോക്ക്, ദുബായ് മൊത്തം കാണാവേ. ഓ അടിപൊളി അല്ലേ? ഇങ്ങനെ ദുബായ് കണ്ട് രാത്രി കാണാൻ അതിലും ഭംഗിയാ കേട്ടോ. രാത്രി നല്ല രസമാണ്. അയ്യോ, കടല് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് നേരിട്ടൊന്ന് പോണം കടലില്. കടലിലോ? എന്നെ ഒന്നും കൊണ്ടുപോവല്ലേ? ഞാൻ കൊണ്ടുപോകാമല്ലോ. എപ്പോ പോണ്ടേ? എപ്പോ വേണമെങ്കിലും ഞാൻ റെഡിയാ. ഇങ്ങനെ പോകുമ്പോ നമുക്ക് അതെല്ലാം ഫുള്ള് കാണാൻ പറ്റും. ബുർജ് ഖലീഫയൊക്കെ കണ്ടോ പൊങ്ങി നിക്കുന്നല്ലേ? എല്ലാവരും രൂക്ഷമായിട്ട് നോക്കും, എന്നാലും ഇതൊക്കെ കാണാൻ പറ്റുമല്ലോ. അതെ. ടിവിയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇത്തിരിയോടെ നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും. അതെ. പിന്നെ ഞാൻ ഓർത്ത് ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറാനും കാണാനും ഒക്കെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടല്ലോ.
അപ്പൊ അവർക്ക് അറ്റ്ലീസ്റ്റ് വീഡിയോ കാണുമ്പോഴത്തേക്കിന് സന്തോഷമാകത്തില്ലേ? അതെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. എന്നാ വെള്ളം കുപ്പിയൊക്കെ കൊണ്ടുപോക്കോ. ആ ഇല്ല, ഒരു 3 എണ്ണം ബാക്കിയെല്ലാം ഓർഡറായി കിടക്കുന്നു. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പം 2 എണ്ണം പോയി. നിലവിൽ ഇപ്പം 2 എണ്ണം ഓർഡർ ഉണ്ട്. പിന്നെ ഒരു 3 എണ്ണം ഉണ്ട് ബാലൻസ്. എന്തായാലും അതൊക്കെ അടുത്ത ദിവസം കൊണ്ട് തീരും. അമ്മ നല്ല കട്ടിയുള്ള തലവണ്ണയല്ലേ? ഒരെണ്ണെടുത്തിട്ടുണ്ട്, കമ്പിളി ഒരെണ്ണെടുത്തിട്ടുണ്ട്. ആ നേരെ പൊതച്ച് മൂടി ഇവിടെ വന്നിട്ട് എണ്ണീറ്റോളും. ക്ഷീണമൊക്കെ മാറി. ഒറ്റ ഇറക്കം. അപ്പൊ തലവണ്ണയൊക്കെ കൊണ്ടുപോയി നല്ല സുഖമായിട്ട് തിരിച്ച് നല്ല യാത്രയിൽ വരിക. അപ്പം കൊടുത്ത മഴ വരുന്നുണ്ട്. മഴയ്ക്ക് മുന്നേ അവര് പോട്ടെ. ഇടയ്ക്ക് ചായയൊക്കെ മേടിച്ച് കുടിക്കണം കേട്ടോ. പിന്നെ മറക്കാം. ദോശ ബുൾസൈ ഞങ്ങൾ കാത്തിരിക്കും കേട്ടോ. ഞങ്ങളിപ്പം മണിക്കൂറുകൾ ഇങ്ങനെ എണ്ണിയിരിക്കും. എപ്പോഴാ വരുന്നതെന്ന് ഓർത്തുകൊണ്ട് 1 മണിയാവും അല്ലേ? അപ്പൊ ഒന്ന് ഉറങ്ങാനുള്ള സമയമുണ്ടല്ലോ. വന്നപ്പോ ആ 3 മണി ആവാനായി വിട്ടോ. ഇതിവിടെ വെക്കാം അല്ലേ? ആ അത് പുറകെ വെച്ച്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ജോസിയേട്ടന്റെ പെങ്ങളും ഉണ്ട് കൂടെ. കുട്ടമ്മോൻ വഴിയിലെ കാഴ്ചകളൊക്കെ കാണിച്ച് നല്ല വീഡിയോ ഒക്കെ എടുത്തോണ്ട് വരണം കേട്ടോ. ആ അത് കുഴപ്പമില്ല. ആ ആ എടുത്തിട്ട് വാ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നല്ല മിടുക്കന്മാരായിട്ട് പോയിട്ട് വാ. ആ കഴിക്കുമ്പോ എന്നെയും കൂടെ ഓർക്കണേ. അയ്യോ ശരി എന്നാ. ആ മഴ പെയ്യാൻ പോകുന്നുണ്ടോ? വാനൊക്കെ നല്ല കാറുണ്ട്. മഴയ്ക്ക് മുമ്പേ നമുക്ക് ഒരു 3:15 ആകുമ്പോഴത്തേന് പോയി അപ്പുറത്ത് വിളിച്ച് പാലും മേടിച്ചോണ്ട് വരണം. ഞാൻ വരണോ? ഞാൻ പൊക്കോളാം. ഞാൻ സിറ്റിക്ക് പോയപ്പോൾ പാല് മേടിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഞാനത് തന്നാ കവർ പാലായിട്ട് 3-4 ദിവസമായിട്ട് കവർ പാലല്ലേ കുടിക്കും. അതെ. എന്നാൽ പിന്നെ അപ്പുറത്ത് പോയി നല്ല പാല് മേടിച്ചോണ്ട് വരാമെന്ന് വെച്ചു. കണ്ടില്ലായിരുന്നു. ഞാനും ജോസേട്ടനും കൂടെ ആന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാനും ജോസേട്ടനും കൂടെ ഒരു 1/2 മണിക്കൂറായിരുന്നു ഇപ്പോൾ ഇറങ്ങിയിട്ട് അല്ലേ? ആ ഞങ്ങൾ വന്ന് കയറിയിട്ട് അധികം ആയില്ല. 10 മിനിറ്റ് ഭയങ്കര ബ്ലോക്കായിരുന്നു കാലടിയിലൊക്കെ. ആ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ആ അനിയത്തി വരാനായിട്ട് ഭയങ്കര വെമ്പൽ കൊണ്ടു. പിന്നെ അമ്മ പറഞ്ഞു പോകണ്ട, ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ ഉള്ള യാത്ര വരുമ്പോഴത്തേക്ക്. ആ ആ അപ്പോൾ ഈ പ്രാവശ്യം പെട്ടികളും കിടക്കകളും ഒക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് അത് നോക്കാം ആദ്യം കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ദേ അപ്പം അപ്പനും മോളും കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ജോസിയേട്ടനാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത് 2 പേർക്കും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ പപ്പായ്ക്ക് അവിടെ കണ്ടപ്പോൾ. ക്യാമറാമാൻ ജോസേട്ടനാണ്, അസിസ്റ്റന്റ് ക്യാമറാമാൻ. കൊച്ചിന് വല്ല ചായം മേടിച്ചു തരാതെ വന്ന് അവിടെ നിന്ന് പോകുന്ന കഥയൊക്കെ പറയാം. അവിടുത്തെ കഥയൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഉണ്ടോ? ആ ഇവര് വന്ന് നോക്കി നിന്ന് കറക്റ്റ് ഞാൻ ഇറങ്ങി വന്നപ്പോ 2 പേരും കഥ പറയാൻ പോയി. അതുകൊണ്ട് വീഡിയോ മിസ്സായി. 1 മിനിറ്റ് ഒറ്റ സെക്കൻഡ് കൊണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോ മാളിക്കോട്ടെ പപ്പാനെ ഓടിക്കും. അതെ ഇപ്പം സമയം എന്നായി? 9 മണിയായില്ലേ? ആ 9 മണിയായി. നമ്മളൊരു 1 മണിയേലും ആകും അങ്ങ് ചെല്ലുമ്പോൾ. ആ പിന്നെ രാത്രിയിലായതുകൊണ്ട് വലിയ ബ്ലോക്ക് കാണുകയില്ല. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റായാണ് വന്നത്. ഒരുപാട് താമസിച്ച് ബ്ലോക്കായിരുന്നു കാലടിപ്പാലത്തിലൊക്കെ. കാലടിപ്പാലത്തിൽ ഒരു 1 മണിക്കൂർ എടുത്ത് ഞങ്ങൾ കിടന്ന് കറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞങ്ങളുടെ ക്ഷമയൊക്കെ നശിച്ച് നിൽക്കുകയാണ്. പിന്നെ ഗൾഫിൽ നിന്ന് വന്നതായതുകൊണ്ടും കുറേ പെട്ടിയൊക്കെ കയ്യിലുള്ളത് കൊണ്ടും ആ അതെ. അപ്പം നമുക്ക് നമ്മുടെ വാഹനത്തിലേക്ക് കയറാം. നമ്മുടെ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് ജോസേട്ടൻ ഇതാ പോകാനായിട്ട് യാത്രയൊക്കെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു ഒന്നും പറയുകയില്ല.
അത്ര രസകരമല്ലാത്ത യാത്രയായിരുന്നു. കാരണം കാലടി പാലത്തേലൊക്കെ ഒരുപാട് താമസിച്ചു. അപ്പം നമ്മുടെ പൊന്നൂസ് വന്നു. കൂടാതെ ഇന്ന് നല്ലൊരു വിശേഷ ദിവസമാണ്. അതായത് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ അടുത്ത ദിവസം വരും കേട്ടോ. അപ്പം ചേട്ടായി ഇല്ല, ആദ്യമായിട്ടാണ് ചേട്ടായി ഇല്ലാത്തൊരു ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി വന്നതിൻ്റെ സന്തോഷമുണ്ട്, അവനില്ലാത്തതിൻ്റെ സങ്കടവും ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി വന്നിട്ട് റെസ്റ്റ് എടുക്കുവാണ്. ആൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ്, അപ്പോൾ റെസ്റ്റൊക്കെ എടുക്കുവാണ്. അപ്പോൾ തുടർന്നുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചടിക്കുക. ടാറ്റാ.